നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. കാലത്തിനൊപ്പം നൂതനമായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. റവന്യൂ ഭരണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായ വില്ലേജ് ഓഫീസുകൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ജനജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാന സർട്ടിഫിക്കറ്റുകൾ മിക്കവയും ഭൂമി സംബന്ധമായ സേവനങ്ങളും ലഭിക്കുന്നത് വില്ലേജ് ഓഫീസുകളിൽ നിന്നാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മിക്കവാറും വില്ലേജ് ഓഫീസുകൾ പൊതുജനങ്ങൾക്ക് എത്തുന്നതിനും മികച്ച സേവനങ്ങൾ ലഭ്യമാകുന്നതിനും ഏറെ അസൗകര്യങ്ങൾ നിറഞ്ഞതായിരുന്നു. നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾക്ക് പകരം പുതിയവയോ പുനരുദ്ധാരണം നടത്തിയോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വില്ലേജ് ഓഫീസുകളുടെ ആധുനികവൽക്കരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. റവന്യൂ ഭരണം മെച്ചപ്പെടുത്തുന്നതിനും ഭൂമി സംബന്ധമായ അടിസ്ഥാന രേഖകൾ സൂക്ഷിക്കുന്നതിനും അനുയോജ്യമായ സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ റവന്യൂ സേവനങ്ങൾ വേഗത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വില്ലേജ് ഓഫീസുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക വഴി ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാവുകയാണ്. സംസ്ഥാനത്തെ 1666 വില്ലേജ് ഓഫീസുകളെ ഘട്ടം ഘട്ടമായി ആധുനികവൽക്കരിക്കുന്നതിനുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി വേഗത്തിൽ പുരോഗമിക്കുകയാണ്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പ്രോജക്റ്റ്, വകുപ്പിൻ്റെ പദ്ധതി വിഹിതം എന്നിവ ഉപയോഗിച്ച് നടപ്പാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഇതിനകം 450-ൽ അധികം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി പരിവർത്തനം ചെയ്ത് കഴിഞ്ഞു. 120 വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി കൂടുതൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് റവന്യൂ വകുപ്പ്. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം, ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയ ഏജൻസികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഭൂമിയുടെ ഉടമസ്ഥരായി മുഴുവൻ മനുഷ്യരെയും മാറ്റുക സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ. ഭൂമിയുടെ ഉടമസ്ഥരായി മുഴുവൻ മനുഷ്യരെയും മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇടുക്കി IDI മൈതാനത്ത് നടന്ന ഇടുക്കി നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നത്. ഭൂരഹിതരായ ഒരാളെയും ഭൂമിയിൽ നിന്ന് ഇറക്കിവിടുന്ന ഒരു നടപടിയും സർക്കാരിൽ നിന്ന് ഉണ്ടാവില്ല. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണും. ഭൂമിയുടെ ഉടമസ്ഥനായ മുഴുവൻ മനുഷ്യരെയും മാറ്റാൻ കഴിയുന്ന നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കും. കട്ടപ്പന ടൗൺഷിപ്പിലെ വീടുകളിലെ താമസക്കാരുടെ പട്ടയങ്ങൾക്ക് ആവശ്യമായ ഭൂസർവേ 10 ദിവസത്തിനുള്ളിൽ നടത്തും. ചെറുതോണി ഗാന്ധിനഗർ കോളനി വാസികളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 1 മാസത്തിനുള്ളിൽ സർവേ പൂർത്തിയാക്കി പട്ടയം വിതരണം ചെയ്യും. വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള ഭൂമിയിലെ കൈവശക്കാർക്കുള്ള പട്ടയം മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരം പട്ടയമേളയിൽ പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. മാപ്പാറ, കക്കയാർ വില്ലേജുകളിലെ ഉറുമ്പിക്കര പ്രദേശത്തെ പട്ടയങ്ങൾ അതിവേഗത്തിൽ വിതരണം ചെയ്യും. പീരുമേട് താലൂക്കിലെ മഞ്ചുമല വില്ലേജിലെ മിച്ചഭൂമിയിലെ അനധികൃത കൈവശവുമായി ബന്ധപ്പെട്ട പട്ടയങ്ങൾ മിച്ചഭൂമിയിലെ സാധ്യതകൾ ഉപയോഗിച്ച് വിതരണം ചെയ്യും. വാഗമൺ, ഏലപ്പാറ വില്ലേജുകളിലെ പട്ടയ പ്രശ്നങ്ങളും പരിഹരിക്കും. പെരിയാർ പുഴ പുറമ്പോക്കിൽ ഉൾപ്പെട്ട പട്ടയങ്ങൾ അതിവേഗം വിതരണം ചെയ്യും. കുറ്റിയാർ വാലിയിലെ ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും. ഇതിനുള്ള പ്രത്യേക ഉത്തരവ് തയ്യാറാക്കി കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് പര്യടനം തുടരുന്നു. 10 ജില്ലകളിൽ പര്യടനം പൂർത്തിയായി. പത്തനംതിട്ട ജില്ലയിലെ പര്യടനം നാളെ ഞായറാഴ്ച പൂർത്തിയാകും. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി ഇതിനകം സംസ്ഥാന സർക്കാർ നടത്തിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനും സമൂഹത്തിൻ്റെ ചിന്താഗതികൾ അടുത്തറിയുന്നതിനുമായി സംസ്ഥാന സർക്കാർ നിയമസഭ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സ് 10 ജില്ലകളിലെ പര്യടനം പൂർത്തിയായി. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ പര്യടനമാണ് പൂർത്തിയായത്. പത്തനംതിട്ട ജില്ലയിലെ പര്യടനം ഡിസംബർ 16, 17 തീയതികളിൽ പൂർത്തിയാകും. 18, 19, 20 തീയതികളിൽ കൊല്ലം ജില്ലയിലെ പര്യടനവും 21, 22, 23 തീയതികളിൽ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനവും പൂർത്തിയാകും. നവകേരള സദസ്സിന് മുന്നോടിയായി രാവിലെ 9 മണിക്ക് ഓരോ മണ്ഡലത്തിലെയും പ്രത്യേക ക്ഷണിതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വിവിധ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര തിരിക്കുന്നത്.
ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്നതിന് ഓരോ വേദിയിലും സംവിധാനമുണ്ടാകും. നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് പരാതികൾ സ്വീകരിച്ചു തുടങ്ങും. മുഴുവൻ പരാതികളും സ്വീകരിക്കുന്നതുവരെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. പരാതികൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കൗണ്ടറുകളിൽ പ്രദർശിപ്പിക്കും. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കും. ലഭിക്കുന്ന പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ പരാതികൾക്കും കൈപ്പറ്റ രസീത് നൽകും. പരാതി തീർപ്പാക്കുന്ന മുറയ്ക്ക് തപാലിൽ അറിയിക്കുകയും ചെയ്യും. പരാതികളുടെ സ്ഥിതി www.navakeralasadassu.kerala.gov.in നിന്ന് രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ ലഭ്യമാകും. എറണാകുളം ജില്ലയിലെ മാറ്റിവെച്ച 4 നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ജനുവരി 1-2 തീയതികളിൽ. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ജനുവരി 1-2 തീയതികളിൽ നടത്തും. ജനുവരി 1-ന് 3 മണിക്ക് തൃക്കാക്കരയിലും 5 മണിക്ക് പിറവത്തും, ജനുവരി 2-ന് 3 മണിക്ക് തൃപ്പൂണിത്തുറയിലും 5 മണിക്ക് കുന്നത്തുനാട്ടിലുമാണ് നവകേരള സദസ്സിൻ്റെ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി വിവിധ ജില്ലകളിൽ ജില്ലാ ഭരണകേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടികളെക്കുറിച്ച്. ജനങ്ങളെ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിനും അടിസ്ഥാന രേഖകളും സർട്ടിഫിക്കറ്റും ലഭ്യമാക്കി സാധാരണക്കാരായ മുഴുവൻ പേരെയും മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും വിവിധ ജില്ലാ ഭരണകേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ABCD പദ്ധതി കൊല്ലം ജില്ലയിൽ ഊർജിതമാക്കി. ഇതിൻ്റെ ഭാഗമായി വിവിധ പട്ടികജാതി പട്ടികവർഗ കോളനികളിലെ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, ബാങ്ക് അക്കൗണ്ട്, മറ്റു സർട്ടിഫിക്കറ്റുകൾ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ഊർജിത പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ഭരണ കേന്ദ്രാങ്കണം മാലിന്യരഹിതവും ഹരിതാഭവുമാക്കി മാറ്റുന്നതിന് ക്ലീൻ ആൻഡ് ഗ്രീൻ പദ്ധതി ആരംഭിച്ചു. ജില്ലാ കളക്ടർ കൃഷ്ണ തേജ നേതൃത്വം നൽകി. വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.